ഗൈസ്, അപ്പം വെൽക്കം ടു ഹോം പ്ലേറ്റ് ഡയറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനപ്പൂവിൻ്റെ തോരനാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടത് എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ പറ്റിയില്ല. മമ്മി അതിൽ ഓൾറെഡി എണ്ണയും അതേപോലെ തന്നെ കുറച്ച് എണ്ണയിൽ വന്നിട്ട് ചെറിയുള്ളി, അതേപോലെ ജീരകം, അതേപോലെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലോട്ടേക്ക് ചേനപ്പൂ ഇട്ടു. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചേനപ്പൂ ഒരിക്കലും പാൻ ചൂടായതിനു ശേഷം ഇടരുത്. ഫസ്റ്റ് നമ്മൾ ഈ ചേനപ്പൂവും പിന്നെ അതിലോട്ടേക്കുള്ള മസാല കൂട്ട്, ലൈക്ക് ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഉപ്പ്, ഇതെല്ലാം കൂടി നമ്മൾ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ അടുപ്പ് കത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചേനപ്പൂവിന് അതിൻ്റെ ടേസ്റ്റ് അത് വന്നിട്ട് ഭയങ്കരമായിട്ട് കയ്പ്പാവും എന്നൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ ഇതേ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കണം. എന്നിട്ട് ഇവനിങ്ങനെ കുട്ടപ്പനാക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനൊക്കെ ആയിട്ടല്ലേ, നോക്കിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. ഓക്കെ, അപ്പം ഇതിനിങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾക്കിതൊന്ന് ജസ്റ്റ് അടച്ച് വെക്കാം, ഇതൊന്ന് വേകാനായിട്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചേനയൊക്കെ ആയതിന് ശേഷമൊക്കെ ലാസ്റ്റ് ഉള്ള ഒരു ഇതിലായിരിക്കും ഈ ചേനപ്പൂ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പം ബേസിക്കലി കർഷകർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചേന പൂവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചേന എടുക്കാൻ തുടങ്ങുന്നതാണ് പറയുന്നത്. ചേന വിളവെടുപ്പ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചേനൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ശരീരത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ ചേന എന്ന് പറയുന്നത്. അതിന് ഒരുപാട് നല്ല നല്ല ഘടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ചേനപ്പൂ തോരൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാമല്ലേ, പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉള്ള സമയത്തെ ഈ എന്താണ് നമുക്ക് പാടത്തുനിന്നും പറമ്പെന്നൊക്കെ കിട്ടുന്നത്, അതൊക്കെ എടുത്തിട്ടല്ലേ നമ്മളൊക്കെ കറി വയ്ക്കാറ്. ഇപ്പോഴല്ലേ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി ഓരോ സാധനങ്ങൾ വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫലഭൂയിഷ്ടമായ സാധനങ്ങളൊക്കെ ആയിരിക്കും. നമുക്കൊന്നും ഒരു നല്ല നാച്ചുറലായിട്ടുള്ള സാധനങ്ങളായിരിക്കുമല്ലേ നമ്മൾ മുമ്പൊക്കെ പഴയ ആൾക്കാരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ശരി, എന്തായാലും നമ്മുടെ അവസാനത്തെ പരിപാടിയിലേക്ക് കടക്കാം. അതായത് കടുകുവറ. നമ്മളിങ്ങനെ അടുപ്പത്ത് മറ്റേ നമ്മുടെ മമ്മി ഒന്ന് കടുക് വറുക്കുന്ന സംഭവം വെച്ച് കടുകൊക്കെ ഇട്ട്, പിന്നെ കുറച്ച് ചെറിയുള്ളി, അതേപോലെ തന്നെ കറിവേപ്പില പോലെ എന്നൊക്കെ പറഞ്ഞാൽ പോലും കറിവേപ്പിലൻ്റെ മണവും ഇതൊക്കെ ഒന്നും വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായിട്ട് ഇങ്ങനെ മിക്സാക്കി നമ്മുടെ ഈ കറിയിലോട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്തിരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചേനപ്പൂവിൻ്റെ തോരൻ ഓൾമോസ്റ്റ് റെഡിയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ലാസ്റ്റ് കാണുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ എന്തായാലും കടുക് വറുക്കുന്നതിൻ്റെ ഒരു മണവും രുചിയൊക്കെ ഒന്ന് വേറെ തന്നെ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളവിടെ കുട്ടപ്പനയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് പ്ലേറ്റ് എടുത്തു. ഇന്ന് ഉച്ചയ്ക്കുള്ള ചീരക്കറി ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ ചേനക്കറിയുണ്ട്, ചേനത്തോരനുണ്ട്, അതേപോലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വെച്ച് അല്പം ചോറും ഇട്ട്, പിന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടൊരു സാധനം ഉണ്ട്. എന്താ ഇപ്പോഴത്തെ സീസണിൽ? മാങ്ങച്ചാർ. മാങ്ങച്ചാറും കൂടി കൂട്ടി നല്ലൊരു പിടി പിടിച്ചു ഗൈസ്. അസാധ്യ ടേസ്റ്റായിരുന്നു, പറഞ്ഞറിയിക്കാൻ വയ്യ. അതേപോലെ തന്നെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.